ഗൈസ്, ആദ്യമായിട്ടാണ് ഞാനൊരു മൂവി റിവ്യൂ പറയുന്നത്. ആട് 3 കണ്ട് ഞങ്ങളിപ്പോ ഇറങ്ങിയിരിക്കുവാണ്. ഒരു കോമഡി ആയിട്ടുള്ള, സാധാരണ ഒരു കോമഡി ഡ്രാമ, ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ ഒരു ടൈം ലൈനിന്റെ ആ ഒരു വേറെ ലെവലിലേക്കാണ് ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. മസ്റ്റ് വാച്ചിങ് തിയേറ്റർ ആണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളൊരു സിനിമാ പ്രേമിയാണ്, നിങ്ങൾക്ക് ഷാജി പാപ്പനെയൊക്കെ നിങ്ങളൊരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. പടത്തിന്റെ മേക്കിങ്ങും സിനിമാറ്റോഗ്രഫിയും ഒക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഒപ്പീനിയൻ, എന്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് ജയസൂര്യയെക്കാളും സ്ക്രീൻ പ്രസൻസും അടിപൊളി ആക്ടിങ്ങും വിനായകൻ തോന്നി. അല്ലേ, എനിക്കറിയത്തില്ല, എന്റെ മാത്രം തോന്നലാണ്. വിനായകൻ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ചിരിയാണ്. അതും സീരിയസ് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസിൽ പോലും ഫുൾ ഫൺ ആയിട്ടല്ലേ അവരത് ചെയ്തിരിക്കുന്നത്. സിനിമ നിരൂപണം നടത്താനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലോജിക്കം നോക്കി പടത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു ഫുൾ കോമഡി എന്റർടൈൻമെന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്നാലും അടിപൊളിയാണ്. നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് ആയിട്ട് വിചാരിച്ചിട്ട് പോവുക. എനിക്ക് പേഴ്സണലി ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ പടം ഒത്തിരി ഇഷ്ടപ്പെട്ടത്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഗൈസ്, മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണണം.